ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ടർ ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മൾ ബനാ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മളൊരു വിയറ്റ്നാമിൻ്റെ ഒരു ഐക്കണാണ് ശരിക്കും ഈ ഒരു ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജ് കാണാം. അപ്പോൾ ആ സ്ഥലവും അതും അനുബന്ധിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. നമ്മുടെ വണ്ടി 8 മണിയാകുമ്പോൾ എത്തും. അപ്പം അവിടേക്കുള്ള യാത്രയിലാണ്. ഇന്നിവിടെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം കേട്ടോ. കംപ്ലീറ്റ് ദിവസം ഇതേമാതിരി തന്നെയാണ് രാവിലെ കാണല്. പക്ഷേ വലിയ തോതിലുള്ള മഴയൊന്നും കിട്ടിയിട്ടില്ല. ചെറുതായിട്ടൊരു കോൾഡ് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഈ പൊടി ഇതെല്ലാം കൂടി ആയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ. പിന്നെയാണ് റൂമിൽ AC ഭയങ്കര തണുപ്പാണ്. അതൊക്കെയാണോ കാര്യമൊന്നും അറിയില്ല. എന്തായാലും ചെറിയൊരു കോൾഡ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു വണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ബനാ ഹില്ലിൽ വെച്ചിട്ട് കാണാം. അപ്പം നമ്മളെ വണ്ടി വന്നിട്ടോ, വലിയൊരു വാൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബനാ ഹില്ലിലേക്ക് ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. നല്ല സുന്ദരമായ റോഡിൽ കൂടി അത് അത്രയും ടൈമൊന്നും എടുക്കില്ല. എനിക്ക് നല്ല റോഡാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കിന് സിഗ്നലുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. എത്ര ദൂരം യാത്ര ചെയ്യാണ്ടെങ്കിൽ ഒരു മടുപ്പ് തോന്നിക്കാത്തൊരു സ്ട്രീറ്റാണ് കേട്ടോ. റോഡും സ്ട്രീറ്റും ഒക്കെ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നേരെ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ബീച്ചിനോട് പാരൽ ചെയ്തിട്ടുള്ള റോഡിലാണ്. അതിമനോഹരം തന്നെ പറയാനുള്ളൂ. ഇതിലുള്ള യാത്രയ്ക്കൊന്നും ഒരു മുഷിച്ചിലും ഉണ്ടാവില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ തോന്നുന്ന ഒരു റോഡാണ്. ഇപ്പം നമ്മളൊരു പട്ടുനൂൽപ്പുഴ ആ സിൽക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തായിരുന്നുണ്ടായിരുന്നത്. പട്ടുണ്ടാക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ കുറേ നേരം നമ്മൾ ചിലവാക്കി. ഒത്തിരി നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല റേറ്റാണ്. 25,000-30,000 നമ്മുടെ ഇന്ത്യൻ മണി വരും. ആ സിൽക്ക് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി നമുക്കതിന് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക്. എന്ത് രസമുള്ള റോഡുകളാണെന്ന് നോക്കിയേ. മലകളും റോഡുകളും സൈഡിലൊക്കെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ വീണ്ടും ഈ റോഡിന് പോകാൻ വേണ്ടി നമുക്ക് തോന്നും. കിലോമീറ്ററോളം സ്ട്രെയിറ്റായി കിടക്കുന്ന റോഡുകൾ. ഇപ്പോൾ ഇവിടെ നമ്മളെ ബാനാ ഹില്ലിൻ്റെ ഒരു പരസ്യ ബോർഡ് കാണുന്നുണ്ട്. നമ്മൾ ബാനാ ഹില്ലിൻ്റെ ആ ഒരു പെർമിസസിലേക്ക് പ്രവേശിച്ചിരിക്കുക. നോക്കിയ ഒരു ടൂറിസ്റ്റ് ആ ഒരു ഏരിയയിലേക്കുള്ള നമ്മളെ സ്വാഗതം ചെയ്യുന്ന റോഡാണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാണുന്നത് പാർക്കിംഗ് ആണ്. നമ്മൾ നന്ന നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവിടെയൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഏകദേശം കണ്ടില്ലേ, ഇപ്പം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും നേരത്തെയാണ്. ഇപ്പോൾ നമ്മളവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാൻ. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആ കേബിൾ കാറൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബാനാ ഹില്ലിൻ്റെ അവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഗൈഡ്. ഫ്ലാഗൊക്കെ പിടിച്ച് വെക്കുന്നതാണ്. നമ്മളെ വഴി നേടി മിസ്സാവുകയാണെങ്കിൽ പുള്ളിക്കാരത്തിന് കണ്ടുപിടിച്ച ഒരു എളുപ്പമാണ്. അതിനാണ് ഫ്ലാഗൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ കേബിൾ കാർ എൻട്രി സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിൽ പോകേണ്ടത് കേബിൾ കാറിലേക്കാണ്. നല്ല തിരക്കുകൾ തുടങ്ങി കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേബിൾ കാറിൻ്റെ എൻട്രിയിലേക്കുള്ള കേബിൾ കാറിൻ്റെ എൻട്രി. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇതേമാതിരി സുവനീർ സ്ഥലങ്ങളുണ്ട്. പിന്നെ അപ്പുറത്താണെങ്കിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള, എല്ലാ മനോഹരമായ ഒരു ഇൻറ്റീരിയറുകളും കൺസ്ട്രക്ഷനും ഉള്ള നല്ലൊരു ഏരിയയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് കേബിൾ കാറിൻ്റെക്ക് പോകേണ്ടത്. നമ്മുടെ ടിക്കറ്റുകളൊക്കെ കേബിൾ കാറിൻ്റെതും എല്ലാ ഐറ്റം മുകളിൽ കയറിയിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെതും ഒക്കെ തന്നെ നമ്മുടെ ഗൈഡ് എടുത്തിട്ടുണ്ടാവും. നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള ലോക്കലി അറേഞ്ച് ചെയ്യുന്ന ട്രിപ്പുകളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളത് എല്ലാം സെലക്ട് ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നല്ലത് നോക്കിയിട്ട് ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കേബിൾ കാറിലേക്കുള്ള ആ ലൈനിലാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യും. എന്നിട്ടാണ് നമ്മളെ മുകളിലേക്ക് കയറ്റി വിടുന്നത്. ഇവിടുന്ന് ഈ എസ്കലേറ്റർ കയറി മുകളിൽ പോകണം. അവിടെയാണ് നമ്മളെ കാറ് വരുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഒരു എന്താണ് പറയുന്നതിന്, ഒത്തിരി ലക്ഷറി ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ചുമ്മാ കാശ് വാങ്ങിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നുള്ളതൊന്നുമല്ല. അത്രയും മനോഹരമാക്കിയിട്ട് തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് കേബിൾ കാർ വരുന്ന സ്ഥലം. നമ്മളിപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഓരോരു കേബിൾ കാറിൽ ഒരു 6 ആൾ 8 ആൾ വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ 4 ആൾ 6 ആളാണെങ്കിൽ അതിലങ്ങ് പോകും. അപ്പോൾ അങ്ങനെ നമ്മളെ ഒരു കേബിൾ കാറിലേക്കാണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് കിട്ടും തോന്നും. അപ്പോൾ അത് കറക്റ്റ് തന്നെ. നമ്മളെ ഒരു കേബിൾ കാറിൽ ഏകദേശം ഒരു 7 ആൾ നമ്മളെ കേബിൾ കാറിൽ കയറിയിട്ടു. ഇനിയിപ്പോൾ ഈ കേബിൾ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് ഇതിൻ്റെ ഒരു ചരിത്രങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയതാണിത്. ഈ ഫ്രഞ്ച് അധിനിവേശ കാലത്ത് ആ ഫ്രഞ്ചുകാരുടെ ഒരു അവധിക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു ബാനാ ഹില്ല്. ഈ മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. ഇവിടെ നിറയെ ഇപ്പോൾ റിസോർട്ടുകളുണ്ട്.
ഡെനാങ്ങിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബാനാ ഹില്ലിൻ്റെ ഒരു സമുദ്രനിരപ്പിലെ ഒരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1487 മീറ്റർ ഹൈറ്റിലാണ് ഇതുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാറാണിത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 7.9 കിലോമീറ്റർ ആണ്. ഒരു 2 സ്റ്റേജ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തേക്കൊക്കെ നോക്കിയാൽ നമുക്ക് വേറെയും കേബിൾ കാറുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തൂടെയുള്ള യാത്ര അതിസുന്ദര, കാരണം അത്രയും ഡെപ്തിൽ തിക്ക് ഫോറസ്റ്റിന്റെ മുകളിൽ കൂടിയാണ് ഇതിന്റെ യാത്ര കിടക്കുന്നത്. ഈ കേബിൾ കാറിൽ കൂടി നമ്മൾ എത്തുന്നത് നേരെ മുകളിൽ ആ ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജിന്റെ സമീപത്തേക്കാണ്. ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജ് നമുക്ക് നോക്കാം. വിയറ്റ്നാമിന്റെ ഏതെങ്കിലും ഒരു ഐക്കോണിക് ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഈ ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജ് ആയിരിക്കും. അപ്പോൾ അവിടേക്കാണ് ഇത് എത്തുന്നത്. ഈ ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജിന്റെ നീളം എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. 1414 മീറ്റർ ഹൈറ്റിൽ, സമുദ്രനിരപ്പുന്ന ഹൈറ്റിലാണ് ഈ ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ചെറുതെങ്കിലും സുന്ദരമായ ഒരു ഗാർഡനും ഇതിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ടിക്കറ്റ് എടുത്ത് പോന്നു കഴിഞ്ഞാൽ പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് കേട്ടോ, അവിടേക്കാണ് എത്താം. ഒട്ടും കാശ് നഷ്ടമല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ ബാനാ ഹിൽ. ഇവിടെ തന്നെ കേബിൾ കാറിൻ്റെ നമുക്ക് 2 ലൈന് കാണട്ടോ. ഒരു ലൈൻ എനിക്ക് തോന്നുന്നു സ്റ്റാൻഡ് ബൈ ആണെന്ന് തോന്നുന്നു. മറ്റേ കേബിൾ കാറിൻ്റെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന കേബിൾ കാറിൽ നോക്കി എത്ര കേബിളാണ് കാറുകളാണ് വരുന്നത് നോക്കി. അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ താഴേക്ക് ഇത് അതുമായി തിക്ക് ഫോറസ്റ്റുകളാണ്, അടിപൊളി വ്യൂകളാണ് ഇതുള്ളത്. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പല കളർ പച്ചപ്പുള്ള ഒരു ഫോറസ്റ്റിന്റെ മുകളിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഫോഗ് നിറഞ്ഞു കിട്ടും, നിറയെ ഫോഗാണ്. 2-3 കേബിൾ കാറിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റാത്ത മാതിരിയായി. ഇപ്പോൾ ചെറുതായി മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ എത്തുമ്പോഴേക്ക് ഏകദേശം പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. നമ്മളെ കേബിൾ കാറിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് ഒരു മഴ പൊടിഞ്ഞതിൻ്റെ കാണാം. അപ്പോൾ നമ്മൾ മുകളിലെ കേബിൾ കാറിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അവിടേക്ക് കാണാം നമുക്ക് ഒരു സുവനീർ ഷോപ്പിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. കൗ വാങ് ആണ് അവരുടെ ഭാഷയിൽ പറയുന്നത്. ഇതാണ് ഹാൻഡ് ബ്രിഡ്ജ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. മിക്കവാറും ആളുകളൊക്കെ റെയിൻകോട്ടുകളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും, റെയിൻകോട്ട്. അപ്പോൾ ഈ ഒരു സമയം റെയിൻ ഉണ്ടാവും. ഇതാണ് കേട്ടോ ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജ്. അടിപൊളി വ്യൂ അല്ലേ? പക്ഷെ നമുക്ക് ഈ ഫോഗ് ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഇപ്പം നമ്മൾ കേബിൾ കാറൊന്നും കാണുന്നില്ല, ഫോഗ് ഫുള്ള് ഫോഗാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും. ഇതിൻ്റെ മുകളിൽ ഫോട്ടോ എടുക്കുന്നവരെ തിരക്കുകളാണ്, എല്ലാവരും ഫോട്ടോഗ്രാഫിയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഫോഗിൻ്റെ ഉള്ളിൽ കൂടി വലിയ ക്ലിയർ ഫോട്ടോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും മഴ കുറച്ച് മാറിയുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ പെയ്തത്. ഇപ്പം ഞാൻ ആ ഗാർഡൻ ഏരിയയിലേക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ചെറിയൊരു ഗാർഡനും ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു ഇവിടെ. ഈ ബാനാ ഹിൽ എന്ന് പേര് വന്നത് ഈ ഹില്ലിൽ മൊത്തം ബനാനകളായിരുന്നു പണ്ട് എന്ന് പറഞ്ഞു. ബനാന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബനാന പറഞ്ഞാണ് അത് ലോപിച്ച് ബാൻ ആയത്. അത് ലോപിച്ചാണ് ബാനാ ആയത്, ബനാ ഹിൽ. ഓക്കെ. ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജിൻ്റെ ആ ടോപ്പ് സൈഡിൽ തന്നെ നല്ലൊരു വലിയൊരു സുവനീർ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഐറ്റംസ്, പിന്നെ തുണിത്തരങ്ങൾ, ഇതൊക്കെ കിട്ടുന്ന വലിയൊരു ഏരിയ തന്നെ ഉണ്ട് ഇതിൻ്റെ. ഇവിടുത്തെ തിരക്ക് നോക്കിയാൽ പുറത്ത് നല്ല അത്യാവശ്യം മഴ പൊടിയുന്നുണ്ട്. അതുകൊണ്ടുള്ള ആളുകൾ മൊത്തം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറി നിൽക്കുന്നതാണ്. അതാണ് ഇത്ര തിരക്ക്. അല്ലെങ്കിൽ ഇതൊക്കെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകുക. അപ്പോൾ ഇവിടുന്നുള്ള നമുക്കതിന് ഇവിടുന്ന് അധികം നോക്കാനില്ല. അതുകൊണ്ടില്ല, മൊത്തം നനഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഒരു ബംഗ്ലാദേശ് സുഹൃത്താട്ടോ ഇത്. നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. പുള്ളി ഒറ്റയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. I've been here for 2 days only. I arrived last night and we are searching for the Banana Hills. Okay, thank you. അപ്പോൾ നമ്മളിപ്പോൾ ബനാ ഹില്ലിൽ ഗോൾഡൻ ഹാൻഡ് പാർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗോൾഡൻ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ്. ഇവിടെ ഒരു മൗണ്ടൻ ട്രെയിൻ ഉണ്ട്. ഇനി മഴയും പോകും കാരണം മൗണ്ടൻ ട്രെയിൻ നിർത്തി വെച്ചതാണ്. മൗണ്ടൻ മാറുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഇപ്പോൾ നമ്മളുള്ളത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് നമ്മുടെ പാക്കേജിലുള്ളതാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫുഡിലേക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് കേട്ടോ ഇത്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര റെസ്റ്റോറൻറ്റ് കയറിയത്. എല്ലാ ഭാഗത്തുള്ള ഫുഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച്
വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ലഞ്ച് ഐറ്റംസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ കഴിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അത്ര ഐറ്റംസ് ഉണ്ട്. എൻ്റെ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്താം ഇവിടെയുള്ള. ഓക്കെ, ഇത് ടേസ്റ്റ് ചെയ്യട്ടെ. ലഞ്ചിന് ശേഷം നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിൽ കൂടി ഇറങ്ങിയാൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ച പഴയ ഒരു സ്റ്റൈലിൽ നിർമ്മിച്ച അമ്യൂസ്മെൻറ്റ് പാർക്ക്. അവിടെയുള്ള ചില റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടിയുള്ള ക്യൂവിലാണ്. അപ്പോൾ അതിൽ എൻ്റെ ഈ റൈഡ് വണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഏരിയ കൂടി നമുക്ക് ചുറ്റി വരാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ കയ്യിൽ വെക്കാൻ പറ്റില്ല. കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ. ബ്രേക്കൊക്കെ നമ്മളെ കയ്യിലാണുള്ളത്, ആക്സിലേറ്റർ നമ്മളെ കയ്യിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കറങ്ങി വന്ന് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഏരിയയിൽ കൂടിയാണ്. വലിയൊരു പാർക്ക് തന്നെയാണ്. ശരിക്കും ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അഡ്വഞ്ചർ ആയതുണ്ട്, പിന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയത്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. വളരെ ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഒത്തിരി ഫ്ലോറിലായിട്ട് കിടക്കുന്നുണ്ട്. ഇത് മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ ബേസ്മെൻറ്റിലാണ് ശരിക്കുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് 2 നില കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലയിൽ കൂടി ഒന്നും നമുക്ക് പോയി നോക്കാം. എല്ലാത്തിലൊന്നും കയറാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം മിക്കവാറും റൈഡുകളിലൊക്കെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റൈഡും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഇതൊക്കെ നല്ല അഡ്വഞ്ചർ സാധനങ്ങൾ കേട്ടോ. അതിന് ഈ ടോപ്പ് ബിൽഡിങ്ങിൻ്റെ ഒരു ഏറ്റവും ബേസ്മെൻറ്റിൽ നിന്ന് വരികയാണ്. ഏറ്റവും ടോപ്പ് വരെ പോയിട്ടുള്ള ഒരു അഡ്വഞ്ചറാണ്, റൈഡാണ്. ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജുറാസിക് പാർക്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തുന്ന ജുറാസിക്കിലേക്കാണ്. അതിൻ്റെ അകത്ത് നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ. ജുറാസിക്കിൻ്റെ പഴയകാല ആ ഫോസിൽസും അതൊക്കെ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാനും ഒക്കെ കൂടി കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സൈഡിൽ എത്തിയാൽ അവിടെ ഉണ്ട് കേട്ടോ സുവനീർ ഷോപ്പുകൾ. ഇതും ഈ നേരത്തെ നമ്മൾ കണ്ട അതുപോലെ തന്നെ നല്ല വലിയൊരു ഏരിയ തന്നെയുണ്ട്. അത് ശരിക്കും നടന്നു പോകുന്നൊരു വഴി തന്നെയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. ഒത്തിരി സാധനങ്ങൾ വലിയൊരു ഏരിയയിൽ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരിയുള്ള ആക്ടിവിറ്റീസ് കാണുകയും ചെയ്യാം, പർച്ചേസ് ചെയ്യാം, ഇതേമാതിരി ആക്ടിവിറ്റീസ് കയറുകയും ചെയ്യാം. ഒരു അഡ്വഞ്ചർ ട്രിപ്പിൽ തൊട്ട് ഒരു പെൺകുട്ടി ഇത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം അഡ്വഞ്ചറാണ്, എന്നാലും അത് ബെൽറ്റൊക്കെ ഇട്ടിട്ട് സേഫ്റ്റിയിലാണ് പോകുന്നത്.
നമ്മളിപ്പോൾ ഒരു 5D ഷോ കയറി കേട്ടോ. ഷോ ഒന്നും പിന്നെ എടുത്തിട്ട് കാര്യമല്ലല്ലോ 5D. ഇപ്പം എന്തായാലും കണ്ടു കേട്ടതാ 5D കഴിഞ്ഞിട്ട് ഞങ്ങൾ 4Dയിൽ കയറിയിട്ടോ. 4Dൻ്റെ ശരിക്കും 4D കഴിഞ്ഞിട്ടാണ് 5D കയറിയിരുന്നത്. ഓക്കെ, ഇനി ഇതോടെ നോക്കി കാണാം. കുട്ടികൾക്കുള്ള ആസ്വാദനം ചെറിയ ചെറിയ റൈഡുകളുണ്ട് ഇവിടെ. അതിൽ അത്യാവശ്യം ആളുകളും കയറുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കെല്ലാം കയറാൻ പറ്റിയതാണ്. ഞങ്ങൾ കയറിയിട്ടുണ്ട്. കയറുമ്പോൾ കൈ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഫോഗിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല രസമുള്ള കുറേ ഫോട്ടോസ് കിട്ടും കേട്ടോ നമുക്ക്. ഇത് കണ്ടില്ലേ, ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് ഒരു ഭാഗം ഫോഗിൽ മുങ്ങിക്കിടക്കുകയാണ്. അടിപൊളി വ്യൂസാണ് ഇവിടെ കാണുന്നത്. ഇപ്പം മഴയില്ല, ഈ ഫോഗേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾ ഇറങ്ങി കളിക്കുന്നുണ്ട്. ഒത്തിരി ഹൈറ്റുള്ളൊരു ഭാഗത്താട്ടോ ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉള്ളത്. പഴയ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ട് പഴയ രൂപത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെയുള്ള സമയമൊക്കെ കഴിയാറായി. ഇത്രയും സമയങ്ങൾ, കാരണം ഞാൻ കണ്ടതിനില്ലാത്തന്ന് ചെറിയൊരു ശതമാനം മാത്രമേ ഇവിടെ ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. കാരണം അത്രയും ലോങ് വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാനുള്ള കേബിൾ കാറിൻ്റെ ആ ഒരു ക്യൂയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു താഴെ എത്തിയിട്ട് ഇനി അവിടുന്ന് പിന്നെ തിരിച്ച് 40 കിലോമീറ്റർ വീണ്ടും പോകണം. നമ്മൾ കേബിൾ കാറിലാണ് ഇപ്പോൾ ഉള്ളത്. കേബിൾ കാറിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാന ഹില്ലിൽ നിന്ന് യാത്ര തിരിച്ചു കിട്ടും. നമുക്ക് 40 കിലോമീറ്റർ പോകണ്ട. ഇപ്പോൾ ഏകദേശം 5:30-6 മണീൻ്റെ അടുത്ത് സമയമായി. സന്ധ്യയോടെ അടുത്ത് നനുത്ത റോഡ് കൂടിയുള്ള യാത്ര. വലിയ ചൂടൊന്നുമില്ല. ഇപ്പോൾ നല്ല തണുത്ത അന്തരീക്ഷം. ചുറ്റും ഈ വെള്ളങ്ങളൊക്കെ ആയപ്പോൾ ഫുള്ള് കാണാനൊരു രസമുണ്ട്. നല്ല മലകൾക്ക് ഇടയിലൂടെയുള്ള റോഡിൽ ഒരു ഭാഗത്ത് കുന്നിൻ ചെരുവും താഴേക്ക് നന്നായിട്ടുള്ള ഡീപ്പ് സ്ഥലവും. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓൺ ചെയ്തു. നല്ലൊരു സുന്ദരമായ ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ അത്യാവശ്യം ടൗണിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നല്ലൊരു സ്റ്റാച്ചു കാണുന്നുണ്ട്. അടിപൊളി. രാത്രിക്കത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ ഭയങ്കരമായിരിക്കും. ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ഒരു പോസ്റ്റ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ലൊക്കേഷനിൽ എത്താനായി. നമ്മൾ ടൗണിലെ സിറ്റി സെൻറ്ററിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതേമാതിരിയാണ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലുകൾ ഒരു 100 മീറ്ററിലൊക്കെ ചിലപ്പോൾ 2 കാണും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിട്ടോ. ശരിക്കും ഒരു 1 ഡേ ഫുള്ള് കറങ്ങാനുള്ളതുണ്ട്. അത് 1 ഡേ നേരത്തെ എത്തിയിട്ട്, പക്ഷേ നമ്മളൊരു ഗ്രൂപ്പ് ആളുകൾ പലരും പല വഴിക്ക് പോയി. ഒത്തിരി സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരോ ലൈനിലും നമ്മൾ 10-15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് മൊത്തമൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ പരമാവധി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരൊറ്റ വീഡിയോയിൽ തീരുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് മുഴുവൻ നിങ്ങളെ കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പരമാവധി 1-2 വീഡിയോ ആയിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വിയറ്റ്നാമിൻ്റെ പുതിയൊരു വീഡിയോ കാണും വരെ ബൈ.